ഭവന ഭൂരഹിത വനിതാ ഗൃഹനാഥകൾക്കായി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം വീട് ലഭിച്ചവർ ദുരിതത്തിൽ. വയനാട് മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ മരക്കടവിൽ സ്ഥലം ലഭിച്ചവരാണ് വഴിയും വൈദ്യുതിയും വെള്ളവുമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. കഴിഞ്ഞ 12 വർഷമായി ഇതിനെല്ലാമായി കാത്തിരിക്കുകയാണ് ഇവർ. 2008 കേരള വികസന പദ്ധതി പ്രകാരം പ്രദേശത്തെ 9 കുടുംബങ്ങൾക്ക് ഇവിടെ വീട് വെച്ച് നൽകിയത്. ഇതിൽ 6 പേർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. പ്രദേശത്തേക്ക് വഴിയില്ലാത്തതാണ് പ്രധാന പ്രശ്നം. കോളനിക്ക് ചുറ്റുമുള്ളവർ വഴി നടക്കാൻ അനുവദിക്കുന്നില്ലെന്ന പരാതിയും ഇവർക്കുണ്ട്. വഴിയില്ല, വഴിയാണ് ഏറ്റവും പ്രധാന പ്രശ്നം. അതിലെ വരുമ്പോൾ അവർ തടയും, ഇതിലെ വരുമ്പോൾ ഇവർ തടയും. ഇവിടെ ഒരു ആദിവാസി മരിച്ചിട്ട് പോലും അതിനെ കൊണ്ടുപോകാൻ സമ്മതിക്കാതെ ഈ സ്ഥലത്ത് തന്നെ അടക്കുക ചെയ്തത്. കുടുംബം എന്ന് പറഞ്ഞ ഒരാൾ മരിക്കുകയും അദ്ദേഹത്തെ ബോഡി പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്മശാനത്തിലേക്ക്, പഞ്ചായത്ത് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചിലപ്പോൾ ഇവിടെ ചുറ്റുപാടുള്ള ആൾക്കാരൊന്നും വഴി അനുവദിക്കാതെ അദ്ദേഹത്തിന് വീടിൻ്റെ മുറ്റത്ത് തന്നെ കുഴിച്ചിട്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അന്നാണിത് ഞങ്ങൾ നമ്മളെപ്പോലുള്ളവർ അറിയുന്നത്. പ്രദേശത്ത് നിർമ്മിച്ച വീടുകളിൽ ഒന്ന് കാലവർഷത്തിൽ തകർന്നു. ഇതിന് നഷ്ടപരിഹാരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. 2007-2008 ഞങ്ങൾക്കിത് കിട്ടിയത്. ഇത് കിട്ടി 1 വർഷം ഞാനിവിടെ താമസിച്ചു വീട്ടിൽ. ഈ വർഷം 1 വർഷം താമസിച്ചത് മേൽക്കൂര പോയി. എന്നിട്ട് ഞങ്ങൾ അപേക്ഷയെല്ലാം വെച്ചു. ഒന്നും എവിടെയും അപേക്ഷ വെച്ചു, മുള്ളൻകൊല്ലി വെച്ചു, വില്ലേജിൽ വന്ന് ഫോട്ടോ എടുത്തു. ഇതൊന്നും വന്ന് ആരും തിരിഞ്ഞു നോക്കിയില്ല. ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾക്ക് ആകെ ബത്തേരിന്ന് ഒരു പാസ്സാക്കി തന്നത് 2000 രൂപയാണ്. പിന്നെ ആരും ഇങ്ങോട്ട് റോഡ്, വെള്ളത്തിൻ്റെ, ഞങ്ങൾക്ക് കറണ്ടിൻ്റെ പദ്ധതി ആരും ഒരാളും ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇവിടേക്ക് വഴിയും വെള്ളവും വൈദ്യുതിയുമൊക്കെ നൽകാമെന്ന ഉറപ്പിന്മേലായിരുന്നു ഈ കുടുംബങ്ങൾ ഇവിടേക്ക് എത്തിയത്. എന്നാൽ കഴിഞ്ഞ 1 പതിറ്റാണ്ടായി ഇവർ പരാതികളുമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. മീഡിയ 1 വയനാട്.